റൊമാൻറ്റിക് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ആ സമയം ഒന്ന് ഓർത്തെടുത്തേ, ആ ആക്ഷനും കട്ടിൻ്റെ ഇടയിലുള്ള സമയം. അങ്ങനെ അത് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഹണിയായിട്ടാണ്, റേഷ്യലായിട്ടാണ്. കാരണം ഞങ്ങളാണ് ഇതിൽ ഒരു റൊമാൻറ്റിക് പെയർ എന്നൊക്കെ പറയാൻ പറ്റിയ രണ്ട് കപ്പിളിലേക്ക് വരുന്നത്. അപ്പോൾ വളരെ സാധാരണ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു പ്രണയമല്ല ഈ സിനിമയിൽ ഞങ്ങളുടെ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ ട്രാക്കും അങ്ങനെ തന്നെയായിരുന്നു. പരമാവധി ഞങ്ങളെ കൊണ്ട് ആനന്ദിനി, ഇതിൻ്റെ ഡയറക്ടർ, വളരെ നന്നായിട്ട് ചെയ്യിപ്പിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം സോങ് വന്നപ്പോഴൊക്കെ ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ട്. പിന്നെ ഹണിയായിട്ടൊക്കെ സ്ക്രീൻ സ്പേസിൽ വരും, നമ്മൾ പ്രത്യേകിച്ച് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചുമ്മാ നിന്നാൽ തന്നെ സംഭവം വർക്കൗട്ട് ആവും. ഐ എം റിയലി ഹാപ്പി, റിയലി ഹോണർഡ് ടു വർക്ക് വിത്ത് സച്ച് എ ബിഗ് ആക്ടർ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഞാൻ എന്നും സിനിമ കാണാൻ വരുന്ന ഒരു മാള് കൂടിയാണിത്. ഞാൻ നാട്ടിൽ വരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ ഫാമിലിയായിട്ടും, എൻ്റെ പപ്പ ഉമ്മയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ സിനിമയ്ക്ക് വരുന്ന ഒരു മാള് കൂടിയാണ്. അപ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഉടൻ തന്നെ എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ഞാൻ ഇവിടെ വരുന്നു, നിങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നു. പിന്നെ ഹൈദർക്കാക്കും, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ മഞ്ജു ചേച്ചി, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രജിൻ ചേട്ടൻ, പിന്നെ നമ്മുടെ സ്വന്തം ആങ്കേഴ്സ്. എനിക്ക് ഇതിന് നേരത്തെ അറിയാം, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അടുത്ത് ഇറങ്ങി സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, അതേ എനിക്ക് മനസ്സിറക്കി പറയാനുള്ളൂ. 12-ാം തീയതിയാണ്. ഞങ്ങളുടെ എല്ലാവരും ഒരു 52 ദിവസത്തോളം കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു സിനിമയാണ്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. ഒരു റിവഞ്ച് പരിപാടി ഇതിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.